കൊല്ലത്തെ കണ്ണനല്ലൂരിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നില്ലെന്ന് പരാതി. നിരവധി തവണ നിവേദനം നൽകിയിട്ടും അധികൃതർ അവഗണിക്കുകയാണ്. മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായപ്പോൾ കണ്ണനല്ലൂരിലെ ഗതാഗതക്കുരുക്ക് നേരിട്ട് മനസ്സിലാക്കി ടൗൺ വികസനത്തിന് പദ്ധതി ആവിഷ്കരിച്ച് ഫണ്ട് വകയിരുത്തിയിരുന്നു. ഭൂമി ഏറ്റെടുക്കാൻ നടപ്പിലാക്കിയ നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു. തുടർന്നുള്ള നടപടികൾ സ്തംഭിച്ച നിലയിലാണെന്നും തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഈ കണ്ണനല്ലൂർ ജംഗ്ഷനിൽ വാഹനങ്ങൾ തിരക്ക് കൂടി വരികയും കുട്ടിയത്തു നിന്നും ഹൈവേയിൽ നിന്നും വരുന്ന കുണ്ടറയിലേക്കുള്ള വാഹനങ്ങളും 4 റോഡ് സംഗമിക്കുന്ന സ്ഥലമായതിനാൽ വാഹനത്തിരക്ക് ഏറി വരികയും ഹൈവേയുടെ പണി നടക്കുകയും കണ്ണനല്ലൂർ ടൗൺ പണി ആരംഭിച്ചാൽ വീണ്ടും ഗതാഗത കുരുക്ക് രൂപപ്പെടുകയും ചെയ്യുന്നുള്ളതുകൊണ്ട് ഇത് കുറച്ച് നീണ്ടുപോകുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം 9 വർഷം മുമ്പ് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. അന്നിരുന്ന ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മേഴ്സിക്കുട്ടിയമ്മയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് വന്ന ഈ പദ്ധതി പെട്ടെന്ന് സ്ലോ ആയ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ കഴിഞ്ഞ ഓണത്തിന് ഏകദേശം 1 മാസം മുമ്പ് കളക്ടറുടെ ചേംബറിൽ വിളിച്ച് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അവാർഡ് നടത്തുകയുണ്ടായി. ആ അവാർഡിൽ 1 മാസത്തിനകത്ത് വെച്ച് ഭൂമി ഒഴിഞ്ഞു കൊടുക്കണമെന്നും പദ്ധതി നടപ്പാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഓണം അടുത്തപ്പോൾ വ്യാപാരികൾ ഉൾപ്പെടെ കളക്ടറെ സമീപിച്ചെങ്കിലും 10 ദിവസം പോലും നീട്ടിത്തരാൻ അന്ന് തയ്യാറായില്ല.